രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്നാണ്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാവിലെ 11-നാണ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം പിടിക്കും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നമുക്ക് രാധാകൃഷ്ണനോട് ചേരാം. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ഞങ്ങൾ ഹാഷ്മി ഞാനും കൂടെ ഇന്ന് ഒന്നിച്ചങ്ങ് ബജറ്റിലേക്ക് കയറാന്ന് ചോദിച്ചു. പറയൂ രാധാകൃഷ്ണൻ. ആർക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതേണ്ടി വരും ഹാഷ്മി. ഞാനീ ഉള്ളത് നമ്മുടെ ഈ ബഡ്ജറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അത് ധനമന്ത്രാലയമാണ്. നോർത്ത് ബ്ലോക്കിലെ ധനമന്ത്രാലയത്തിലാണ് ഞാൻ ഉള്ളത്. ഇന്നലെ രാത്രി വൈകി അടക്കം ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സർ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അല്പസമയത്തിനകം ഏതാണ്ട് 9 മണിയോടുകൂടി അടുത്ത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഈ അന്തിമമായിട്ട് ബഡ്ജറ്റ് നിജപ്പെടുത്തുക. ഇപ്പോൾ ഒരു പേപ്പർലെസ് ബഡ്ജറ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ചില കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ അന്തിമമായിട്ട് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ച്, നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ അവസാനത്തെ ബഡ്ജറ്റാണ്. അത് ഒരു ഇടക്കാല ബഡ്ജറ്റാണ് എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി വരും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിൽ സാങ്കേതികമായിട്ട് ഈ ബഡ്ജറ്റിനെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ടാണ്. ധനക്കമ്മി നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപിതമായിട്ടുള്ള ഈ 5% ധനക്കമ്മി എത്താതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ധനമന്ത്രി സ്വീകരിക്കും. അവരെ സംബന്ധിച്ച് അവർ അത്തരത്തിലുള്ള ഒരു ധനവിക്രയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാകത പാലിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ആ ബഡ്ജറ്റിൽ ഉണ്ടാവുകയും ചെയ്യണം. അതുകൊണ്ട് ക്ഷേമ പദ്ധതികൾക്ക് വലിയ രീതിയിൽ പണം ചിലവാക്കുന്ന ഒരു ബഡ്ജറ്റായിരിക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 പ്രധാനപ്പെട്ട മേഖലകൾ, അത് ഒന്ന് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയുമായിരിക്കും കൂടുതൽ ഇതിന് അനുകൂല ഘടകങ്ങൾ ലഭ്യമാകുന്നത് എന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഇപ്പോൾ കാലാവസ്ഥയടക്കം അനുകൂലമായി നിൽക്കുന്ന ഒരു സമീപനം ആണ് ഉള്ളത്. പക്ഷേ കടം പല സംസ്ഥാനങ്ങളിലും കർഷകരുടെ ജീവിതം അപഹരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിന് പര്യാപ്തമാകുന്ന വിധത്തിൽ ഈ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട്. PM കിസാൻ സമ്മാൻ നിധി അത് ഇപ്പോൾ 6000 രൂപയാണ്. അത് 9000 രൂപയാക്കി വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രഖ്യാപനം വിവിധ കർഷക സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അത് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് കരുതാനായിട്ട് സാധിക്കുന്നത്. ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സംരംഭകരായിട്ടുള്ള സ്ത്രീകളുടെ പ്രോത്സാഹനം, സംരംഭകത്വം സ്ത്രീകളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന നയമായിരിക്കും സർക്കാർ പിന്തുടരാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ തൊഴിൽ മേഖല, രാജ്യത്ത് ഈ കോവിഡ് ഉയർത്തിയ വലിയ പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യുന്നതിൽ ഇന്ത്യൻ സമ്പദ്ഘടന വികസിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ യുവാക്കളുടെ തൊഴിൽ ലഭ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ രാജ്യം വളരെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. മാനവ വിഭവശേഷി ഈ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് വേഗത്തിൽ പോകുന്ന ഒരു കാഴ്ചയ്ക്ക് കാരണമാകുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് അത് ഒട്ടും ഭൂഷണമാകുന്ന ഒരു സാഹചര്യമല്ല. അതിനെ നേരിടാൻ ഈ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒപ്പം ഈ സാധാരണ വീട്ടമ്മമാരെ ഒപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ പലിശ കുറയ്ക്കുന്നത് ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ച് ചില റെക്കോർഡുകൾ കൂടി സ്വന്തമാക്കുന്ന ബഡ്ജറ്റാണ് SKNE അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. തുടർച്ചയായിട്ട് 6ാമത്തെ തവണയാണ് നിർമ്മലാ സീതാരാമൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. മൊറാർജി ദേശായിക്ക് ശേഷം 6ാമത്തെ തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്ന ഖ്യാതി നിർമ്മലാ സീതാരാമന് സ്വന്തമാകും. നിർമ്മലാ സീതാരാമൻ ആണ് ഈ ബഡ്ജറ്റ് പേപ്പർലെസ് ആക്കിയത്, ഡിജിറ്റൽ ആക്കിയത്. അതിന് തുടർച്ചയായിട്ടുള്ള 6ാമത്തെ ബഡ്ജറ്റാണ് ഇത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സർക്കാരിനെ സംബന്ധിച്ച്. 9 മണിയോടുകൂടി അവരിവിടെ എത്തി ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം ഇവിടെ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് പോകും. രാഷ്ട്രപതി ഭവനിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി 11 മണിയോടുകൂടിയായിരിക്കും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുക. അതിനു മുമ്പ് കേന്ദ്രമന്ത്രിസഭ സമ്മേളിക്കും. നമുക്ക് രാഷ്ട്രപതി ഭവൻ കാണാം. രാഷ്ട്രപതി ഭവനിലും എത്തി രാഷ്ട്രപതിയെ കണ്ടതിന് ശേഷമായിരിക്കും മന്ത്രിസഭാ യോഗത്തിൽ ധനമന്ത്രി പങ്കെടുക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ബഡ്ജറ്റിന് അംഗീകാരം കേന്ദ്രമന്ത്രിസഭ നൽകുക. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.